ഞാനിവിടെ നിന്ന് കടന്നതല്ല. ഓക്കെ, താങ്ക് യു. ശരി. ഇത് നിനക്ക് അവകാശപ്പെട്ട കാശ. സ്വന്തമായിട്ടൊരു വീട് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. പഴയ പോലെ പരസ്പര ബന്ധമില്ലാതിരിക്കരുത്. ആന്റണി ചേട്ടനെ ഷേർലി ചേച്ചിയും ഞാൻ വിളിച്ചോളാം. പിന്നെ സമയം കിട്ടുമ്പോൾ ഇറങ്ങിക്കോളാം. എന്നാ പിന്നെ നമുക്ക് പോവാം. ഓക്കെ, ശരി ചേ. ശരി. നിർത്ത്. എത്രയാ പൂവിന്? 20 അമ്മ. ഒരു 2 പഴം തന്നേക്കാം. ശരിங்க. അതെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഫ്ലാറ്റിൽ ചെല്ലട്ടെ, പറയാം. അപ്പച്ചനെപ്പോ എത്തി? അപ്പച്ച പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ. നീ ഇപ്പൊ ഒന്നും പറയണ്ട. കല്യാണം അത്രേ. കല്യാണം നീയൊക്കെ കാണിക്കുന്ന ഈ കുട്ടികളിക്കാണോ കല്യാണം എന്ന് പറയുന്നത്? ഇവിടെ എത്രമാത്രം ആലോചിച്ചും പരസ്പരം അന്വേഷിച്ചും ചെയ്യേണ്ട ചടങ്ങാത്. ഞങ്ങളത് ഒരു അറേഞ്ച് മാരേജ് അല്ല. ആ, ഞാൻ അത് മറന്നു. പ്രേമവിവാഹമാണല്ലോ. പ്രേമിച്ചത് 1 മാസം. അവള് നിന്നെ ആദ്യമായി കാണുന്നത് രജിസ്റ്റർ മാരേജിന് 3 ആഴ്ച മുമ്പ്. വല്ലാത്തൊരു ഡിവൈൻ ലവാപ്പാ. അല്ല, എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് അവള് നിന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? അത് ഇവന്റെ കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. എടാ, നിനക്കേ പ്രണയമുള്ള അവളോട് അവൾക്ക് നിന്നോടൊരു കോപ്പുമില്ല. എന്നിട്ട് അവൾ എന്തെങ്കിലും നിന്നെ സ്നേഹിച്ചോളൂ എന്ന് പറഞ്ഞ് നീ കാത്തിരിക്കുന്നു അല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഒരിക്കലും ചേരാൻ പാടില്ലാത്തൊരു ബന്ധം അത്. അതിനി കണ്ടിന്യൂ ചെയ്യണ്ട. അത് ഇവിടെ അവസാനിപ്പിക്കണം. അതാണ് നല്ലത്. അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് വരില്ല. ഒരെണ്ണം കൊണ്ട് വെച്ച് തന്നാണല്ലോ ഞാൻ. തന്നോ, ഇനിയും തന്നോ, ഞാൻ കൊണ്ടോളാം. നേരത്തെ ഒരെണ്ണം തന്നേല്ലേ. ഞാൻ അമ്മയില്ലാത്തവനല്ലേ. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കിയേനെ. നിന്റെ അമ്മച്ചി ഉണ്ടായിരുന്ന അവളെ കാരണം അടിച്ചു പൊട്ടിച്ചേനെ. ഇവിടെ നിന്റെ രണ്ടാനമ്മയായി പോയില്ലേ? അവൾക്ക് എന്നോട് ദേഷ്യപ്പെടാനോ നിന്നെയൊന്നും തല്ലാനോ പറ്റില്ലല്ലോ. അത് അതിനേക്കാൾ വലിയ കുറ്റമല്ലേ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ആ ഫ്ലാറ്റിലേക്ക് പോകാനോ അവിടെ കാണാനോ ശ്രമിച്ച എന്റെ തനി സ്വഭാവം നീ അറിയും. അവൻ സെമിനാരിൽ നിന്ന് വന്ന് 2 മാസത്തിനകം കയറി അങ്ങ് കൂട്ടുംപസ്തനായിരിക്കുന്നു. എടി, അവന്റെ പ്രായം 21 വയസ്സാണ്. ഒരു ചെറുപ്പക്കാരൻ ലൈഫിലൊന്ന് സെറ്റിൽ ആകാൻ ശ്രമിക്കുന്ന സമയം. അപ്പോഴേക്കും കുടുംബ പ്രാരാബ്ദമൊക്കെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്താവുന്നുള്ള പേടി എനിക്ക്. അങ്ങനെ പേടിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവന്റെ അപ്പനായ എനിക്ക്. അവന്റെ മനസ്സിൽ അപ്പച്ചനുള്ള സ്ഥാനം എന്താന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. ഒരു ദുഷ്ടൻ. അമ്മച്ചി മരിച്ച അധികം താമസിയാതെ മറ്റൊരു കല്യാണം കഴിച്ചവൻ.
അവന്റെ ഇഷ്ടം നോക്കാതെ അവനെ നിർബന്ധിച്ച് സെമിനാറിൽ പറഞ്ഞയച്ചത്. അങ്ങനെ അവന്റെ മനസ്സിൽ എന്നോട് ദേഷ്യം തോന്നാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നിനക്കറിയോ, ഒരു മകനേ ഉള്ളുവെങ്കിലും ഈ കുടുംബത്തിൽ നിന്നൊരു വൈദികൻ വേണമെന്നുള്ളത് എന്റെ എൽസയുടെ ആഗ്രഹമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവൾ ആവശ്യപ്പെട്ട ഏക കാര്യവും ബോബിയെ സെമിനാറിൽ ചേർക്കണമെന്നായിരുന്നു. ഇതൊക്കെ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. അവനങ്ങനെ ചിന്തിച്ചില്ല. ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ പുറത്ത് കാണിച്ചില്ല. കുട്ടികൾക്ക് സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ വെറുത്തുന്നിരിക്കും. ഏയ്, എന്റെ മോൻ എന്നോട് അങ്ങനെ വെറുപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ വെറുക്കാൻ പറ്റുന്ന മനസ്സൊന്നും അല്ല അവൻ്റെ. ആ, നീ ഇതുവരെ കിടന്നില്ലേ? സോറി അപ്പച്ച, എത്ര നാളും അപ്പച്ചന് മനസ്സിലാക്കിയില്ല. അയ്യേ, എന്താ ഇത്? കൊച്ചു പിള്ളേരെ പോലെ. ബാബേ, കാലത്ത് നിങ്ങൾ ഈ ഫ്ലാറ്റിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആ പെങ്കൊച്ചിനെ ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ മരിയെ കൊള്ളാം, നല്ല കുട്ടിയാ. ഇതിനേക്കാളും കുറച്ച് പ്രായം കൂടുതലുണ്ടെങ്കിലും അത് നിനക്ക് കുറച്ച് മെച്യൂരിറ്റി വന്നാൽ മാറാവുന്നേ ഉള്ളൂ, അല്ലേ? നമുക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇവിടെ അല്ലേടാ അവള് താമസിക്കേണ്ടത്. നാളെ രാവിലെ നമുക്ക് നിന്നെ മരിയുടെ ഫ്ലാറ്റിലേക്ക് പോകാം. കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഈ സന്തോഷത്തിന് ഞാൻ അടനടിക്കാൻ പോവാം. നിനക്ക് വേണോ? ഞാൻ വെള്ളടിക്കാറില്ല. നീയോ? നീ കഴിക്കാറില്ലെന്ന് സെമിനാരിൽ നിന്ന് അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ, ബോബി, അവിടെ അവനെ നോക്കണേ. ഹലോ, ബോബി അല്ലേ? ഐ എം അജയ് മേനോൻ, മറിയയുടെ ഹസ്ബൻഡ്. കഴിഞ്ഞ 23-ാം തീയതി അജയുടെ മാരേജ് തീരുമാനിച്ചന്നായിരുന്നു നിങ്ങളുടെ രജിസ്റ്റർ മാരേജ്, അല്ലേ? ആ കല്യാണം നടന്നില്ല. അജയന് സമ്മതിച്ചില്ല. അത് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ഒരുവിധം കൺവിൻസ് ചെയ്തിരിക്കുക അത്രേ. അജയുടെ അച്ഛനും അമ്മയും അയാളുടെ ഒപ്പം വരും മരിയെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതൊന്നും ശരിയാവില്ല. മരിയ എൻ്റെ വൈഫാണ്. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, നിങ്ങളുടെ വിവാഹം വാലിഡാകാൻ ഇനിയുണ്ട് 10-20 ദിവസം. അജയ് അവിടെ നേരത്തെ വിവാഹം കഴിച്ചതല്ലേ? അതും വാലിഡ് അല്ലല്ലോ. അന്ന് അയാളുടെ വീട്ടുകാർ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. ഇന്ന് മരിയയ്ക്ക് വേണമെങ്കിൽ നീയായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാം. മരിയ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് ആർക്കും ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അജയ് അവളെ തേടി വന്നപ്പോ അവളെന്താ അവനോട് പോകാൻ പറയായിരുന്നത്? നീയാണ് അവളുടെ ഭർത്താവെന്ന് അവളൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അജയ് ബിഗ് സീറോ ആയി പോകില്ലായിരുന്നോ? എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞില്ല? അവള് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിച്ചു കാണും. നിന്നെ അജയിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രായം, വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, അങ്ങനെ അവൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയത് അജയ് തന്നെ ആയിരിക്കും. അങ്ങനെ സ്നേഹം ആരെങ്കിലും കമ്പയർ ചെയ്ത് നോക്കൂ. അവർ തമ്മിൽ 5 വർഷം ഇഷ്ടത്തിലായിരുന്നു. നിനക്ക് മരിയോടുള്ള ഇഷ്ടത്തിന് 2 മാസത്തെ കാലയളവേ ഉള്ളൂ. അവളുടെ മനസ്സിൽ
നിന്നേക്കാൾ വലുത് അജയ് തന്നെയായിരിക്കും. കൊണ്ടുപോട്ര, സാരമില്ല. നീ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും, അപ്പച്ചനറിയാം. മരിയ ഉണ്ടല്ലോ, എന്തിനാ? ഒന്ന് വിളിക്കാമോ? സി ബോബി, മരയ്ക്ക് ബോബിയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു മിനിറ്റ്. ഓക്കെ. ആരാ വന്നേ? ഇല്ല, അതവിടെ ഫ്ലാറ്റ് മാറി വന്നതാ. ഇറങ്ങട്ടെ. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവൻ തുടങ്ങാൻ പോകണം. പഴയതൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നു തരണം. രാവിലെ ഞാൻ അച്ഛനും മേയും കൂട്ടി വരാം. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. ഇരിക്കടാ. ആ ബോബിയാ, ഇരിക്കടാ. നീ മരിയനെ കണ്ടായിരുന്നോ? നിനക്ക് 2 അടിക്കണ? കഴിച്ചാലൊന്നും മനസ്സിൽ വിഷമം മാറില്ലല്ലോ ഭായ്. നിനക്ക് അവളൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? എന്തിനാ ഭായ്? എൻ്റെ മനസ്സിൽ അത്ര സ്നേഹമുണ്ടെന്ന് അവൾക്കറിയാവുന്ന കാര്യമില്ല. അതിൻ്റെ ഒരു അംശമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നെ വിളിക്കട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ആ എടാ, 2 ദിവസമായിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല. ആകെ ടെൻഷനിലായിരുന്നു. മോൻ്റെ കാര്യം അറിയാലോ നിനക്ക്. ആ ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ല. ഞാനത് നോക്കിക്കോ. ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇതിലെ വാ. വരൂ. നല്ല ചായ. മോൾക്ക് എന്നോട് ദേഷ്യം കാണും. അത്രമാത്രം ദുഷ്ടത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റ് തന്നെയാണ്. എന്നാൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ ചില ന്യായങ്ങളുണ്ട് അല്ലേ? എല്ലാ അച്ഛന്മാരും സ്വാർത്ഥരാ മോളെ. മക്കൾ നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാമല്ലോ മാതാപിതാക്കൾക്ക്. ഞാനും അത്രയൊക്കെ ചെയ്തുള്ളൂ. എൻ്റെ മകൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ മോളെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതും. മോളുടെ കാര്യത്തിൽ അമ്മ എന്നും അച്ഛനെ എതിർത്തിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ എനിക്ക് എന്നും എൻ്റെ മോളായിട്ട് തന്നെ കാണാൻ പറ്റും. അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. എനിക്കറിയാം അവരൊന്നും വിളിച്ചാലും വരേക്ക് വരാൻ പറ്റുന്നുള്ളത്. എന്നാ പിന്നെ സമയം കളയാൻ നമുക്ക് ഇറങ്ങിയാലോ?
ബോബി, ബോബി, നിനക്ക് കാണണ്ടട അവള് പോണത്. വേണ്ട. പക്ഷേ എനിക്ക് 2 വർത്താനം പറയണം, അല്ലെങ്കിലേ ഒരു മനസമാധാനം ഉണ്ടാവൂല. ഞാനും വരാൻ പോയി. ഇതും കൂടെ വെച്ചേ. ഹലോ, എന്റെ പേര് സജി, ടൂള് സജി എന്ന് പറയും. വിറക ബോബിയുടെ ഫ്രണ്ടാ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നാ. അതെ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഓ, ഒരു പുതിയ ജീവിതം. ഇത്രയും കാലം താനൊക്കെ എവിടെയായിരുന്നു? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് താൻ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടക്ക് ഒന്ന് ഫോണിൽ വിളിച്ച് സുഖമാണോ എന്ന് താൻ ചോദിച്ചിട്ടുണ്ടാ? ഇപ്പൊ വന്നേക്കണ് തന്തേനും തള്ളേനെ വിളിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട്. നീ വേടേ ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം വേണ്ട. വാ. അതെ മേനോൻ സാറേ, നിങ്ങളെനിക്കറിയാം, നിങ്ങൾ വലിയ പുള്ളിയാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി വന്ന മരിയെ നിങ്ങൾ ഇമ്മോറൽ ട്രാഫിക്കിൽ കുടുക്കിയില്ലേ? അനാവശ്യം പറയരുത്. എടോ, ആ സ്റ്റേഷനിൽ അന്നേരം ഞാനും ഉണ്ടായിരുന്നു. നിങ്ങൾ കൈക്കൂലി കൊടുത്ത എസ് ഐ കൊണ്ട് ഈ ചെറ്റത്തരം ചെയ്യിക്കുമ്പോ എനിക്കറിയാം. നോക്കു പെങ്ങളെ, 5 കൊല്ലത്തെ ഇവന്റെ ആണത്തെ ഇല്ലാത്ത സ്നേഹമാണോ അതോ ഞങ്ങളുടെ ബോബിയുടെ ചങ്കുറപ്പുള്ള സ്നേഹമാണോ വലുതെന്ന് മോളൊന്ന് ചിന്തിച്ചു നോക്ക്. നീ വിറകയിന്ന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയൂ. അതേ അവസ്ഥ എപ്പിറങ്ങി വന്നപ്പോ ശ്വാസം കിട്ടുണ്ടാവില്ല, കൃത്രിമ ശ്വാസം കൊടുക്കുക. ഇത് കണ്ടോണ്ട് നിന്റെ പേരെടുത്തില്ല, ചത്തുപോവും, വിഷമാണത്. മെച്ചുവേ